18th one. With reference to vote on account, consider the following statement. B. ഏതാ തെറ്റേതാ? ഡിബേറ്റ് ഇല്ലാണ്ടാണ് പാസ് ചെയ്യണത് വോട്ട് ഓൺ അക്കൗണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻ ആണോ, ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ആർട്ടിക്കിൾ എത്രയാ? 112 ക്ലോസ് 116 ആണോ 112 ആണോ? 116. 112 ചാർജ് എക്സ്പെൻഡിച്ചർ ആണ്. A vote on account cannot make any charge change to tax rates. ടാക്സ് റേറ്റ്സ് എന്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റണേ, മാറ്റാൻ പറ്റണത്? ടാക്സ് റേറ്റ്സ് നമ്മൾ പാർലമെന്റിൽ മാറ്റണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്നാൽ മാത്രമാണ് മാറ്റാൻ പറ്റുള്ളൂ. വെറുതെ ഈ വോട്ട് ഓൺ അക്കൗണ്ട് വെച്ചിട്ട് മാത്രം ചെയ്യാനായിട്ട് പറ്റില്ല. In the context of tax buoyancy, consider the following statements. ഏതാ? ഡി ആണ്. ടാക്സ് ബുയൻസിയുടെ ഫോർമുല എന്താ? ടാക്സ് റവന്യൂ. ടാക്സ് നമുക്ക് എന്തോരം റവന്യൂ വരുന്നുണ്ട് ഡിവൈഡഡ് ബൈ GDP ഓഫ് ദി കൺട്രി. അപ്പൊ ഇതെല്ലാം ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കും. വെൻ ടാക്സ് ബുയൻസി എക്സീഡ്സ് 1, ടാക്സ് റവന്യൂ ഇൻക്രീസസ് മോർ ദാൻ GDP. ശരിയല്ലേ? ഫോർമുല വെച്ച് നോക്ക്. ടാക്സ് റവന്യൂ ബൈ GDP ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഓരോന്ന് 1 കൂടിയാലും മറ്റേത് 1 തന്നെയല്ലേ കൂടണേ? ടാക്സ് ബുയൻസി 1 എന്നല്ലേ പറഞ്ഞേക്കണത്, അല്ലേ? അപ്പൊ രണ്ടും അതിൽ 1 ആണെങ്കിൽ മറ്റേ രണ്ടും ഒന്ന് മാറിക്കഴിഞ്ഞ് ഇത് ഒന്ന് മാറണ്ടേ? ഇല്ലില്ല, അങ്ങനെ വരില്ല. ഇല്ലില്ല. Which one of the following is biggest source of expenditure for government of India after the spending on state share of taxes and duties and interest rates? ഏതാ? interest payments, central sector schemes. ബഡ്ജറ്റ് എല്ലാവരും നോക്കിയിട്ടുണ്ടോ? ബഡ്ജറ്റ് ഒന്ന് നോക്കിയിട്ടോ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ഓഫ് മണി ഇല്ലേ, 1 rupee goes there, 1 rupees goes there എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതൊന്നും ചുമ്മാ നോക്കിയിട്ട് നോക്കൂ. അത് അത്യാവശ്യം ഒരു പൈ ചാർട്ടിൽ അവർ കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവും. അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സൂപ്പറായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. 21st ക്വസ്റ്റ്യൻ. തെറ്റേതാ ഉള്ളത് ഇതിനകത്ത്? തെറ്റേതാ? മൂന്നാമത്തെ തെറ്റാ. അതേതാ? സർവീസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എ സർപ്ലസ് ഇൻ ദി കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് റിസൾട്ട്സ് ഇൻ ദി ഇൻക്രീസ് ഇൻ ദി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ശരിയല്ലേ? The current account deficit represents the variance between a country's savings and investment. Okay അല്ലേ? 22nd C. ഇത് PACs നെ കുറിച്ചിട്ടാണ്. PAC serves as the final link between ultimate borrowers and the high financing agencies like scheduled commerce banks and RBI NABARD. Second, it directly collects repayments of loan given to റൂറൽ അഗ്രികൾച്ചർ ബോറോവേഴ്സ്. ഇത് ഈ ഡയറക്ട്ലി കളക്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഡൗട്ട് തോന്നാം, പക്ഷെ അത് പ്യൂർലി നോളജ് ആണ്. അതൊന്ന് ഈ PACs നെ കുറിച്ചിട്ട് പിന്നെ ഈ ലോക്കൽ ബോറോവിങ്സിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് വായിക്കണമെന്നല്ല കേട്ടോ. നബാർഡ്, RBI. നബാർഡ് എന്നാ ഫോം ചെയ്തേ, അറിയോ? 82-ലല്ലേ? ഓക്കെ. 23rd, അത് നോളജ് ആണ്, പ്യൂർ നോളജ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ഡി ആണ് ആൻസർ. മണി സപ്ലൈനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? മണി സപ്ലൈ ഇക്കണോമിക്സ്. 24th മണി സപ്ലൈനെ കുറിച്ചാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് പാർട്ട് ഓഫ് റിസർവ് മണി അണ്ടർ മോണിറ്ററി ആൻഡ് ലിക്വിഡിറ്റി അഗ്രിഗേറ്റ്സ് കമ്പൈൽഡ് ഇൻ ഇന്ത്യ? റിസർവ് മണി എന്താ? റിസർവ് മണി M0 RBIയുടെ ലയബിലിറ്റി ആണത്. അതിന് ലിക്വിഡിറ്റിയും കൂടുതലായിരിക്കും. ഇതിനകത്ത് ലിക്വിഡിറ്റി കുറവുള്ള ഏതുള്ള? RBIയുടെ ലയബിലിറ്റി അല്ലാത്തത് സേവിംഗ് ഡെപ്പോസിറ്റ് ഓഫ് പോസ്റ്റ്. ബാക്കിയെല്ലാം RBIയുടെ ആണ്. കറൻസി രണ്ടെണ്ണത്തിന് RBIയുടെ ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിനകത്ത് കറൻസി ഇൻ സർക്കുലേഷൻ RBIയുടെ, നമ്മുടെ ഇരിക്കുന്ന പൈസ RBIയുടെ ലയബിലിറ്റി ആണ്. 26th, chronic current account deficits, easy money policy and high rates of inflation are generally leads to depreciation. Hello friends, I am Manju Chandran. I have secured All India rank 553 in UPSC Civil Services Examination 2019. I would like to thank Justin Sir of Gallant IAS for his classes
So thank you, Justin sir, for your guidance and support in my preparation. Thank you so much. 27th. അതിനകത്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അതേതാ? ക്യാപിറ്റൽ അക്കൗണ്ട്. The factor income, net change in foreign assets, unilateral transfers are covered under capital account. 28th. 20th ഏത്? അത് ചുമ്മാ രണ്ടെണ്ണം വായിച്ചു നോക്കി. രണ്ടും കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. അല്ലേ? ഇൻവെസ്റ്റേഴ്സ് ഇൻ ബോണ്ട് ഇഷ്യൂഡ് അണ്ടർ സോവറിൻ ഗ്രീൻ ബോണ്ട് ഫ്രെയിംവർക്ക് ഡു നോട്ട് ബിയർ എനി പ്രോജക്ട് റിലേറ്റഡ് റിസ്ക്. ഇനി ഒരു പ്രോജക്ട് റിലേറ്റഡ് റിസ്ക് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനകത്ത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയണേ? റിസ്ക് ഉണ്ടെന്നല്ലേ പറയണത്, അല്ലേ? പേയ്മെന്റ്സ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഇഷ്യൂവൻസ് അണ്ടർ ദിസ് ഫ്രെയിംവർക്ക് ആർ കണ്ടീഷണൽ ഓൺ പെർഫോമൻസ് ഓർ എലിജിബിൾ പ്രൊഡക്ട്സ്. പെർഫോമൻസിനെ ബേസ് ചെയ്തുള്ളതെന്നാണ് ഫസ്റ്റിനകത്ത് പറയണത്. സെക്കൻഡിനകത്ത് ബേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻസർ സി ആണ്. ഗ്രീൻ ബോണ്ട്സ് ആദ്യം ഇറക്കിയതാരാ? ചൈന. നമ്മുടെ സോവറിൻ ആയിട്ടുള്ള ഗ്രീൻ ബോണ്ട് ഇറക്കിയത് ചൈനയാണ്. നമ്മൾ ഈ റീസെന്റ് ആണ് ഇറക്കിയത് സോവറിൻ ഗ്രീൻ ബോണ്ട്സ് എന്ന് പറഞ്ഞിട്ട് 2023. 29th ഡി, അത് നോളജ് ആണ്. എക്സ്റ്റെൻഡഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. IMF-ന്റെ ആണത്. അതിനെക്കുറിച്ചൊന്ന് വായിച്ചത് ഇത്രയും സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ മതി, വേറെ ഒന്നും വായിക്കണ്ട. പഠിക്കാനായിട്ട് ഇത്ര സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ മതി IMF-ന്റെ എക്സ്റ്റെൻഡഡ് ക്രെഡിറ്റ് ഫെസിലിറ്റിനെ കുറിച്ചിട്ട്. കൺസിഡർ ദി ഫോളോയിങ് 30th, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് GST. ഏതാ? അതിനകത്ത് ബി മാത്രമേ ശരിയുള്ളൂ. സെന്ററിന്റെ കയ്യിലുണ്ടായിരുന്ന ടാക്സസ് മാത്രമാണ് GST-യുടെ അണ്ടറിൽ സബ്സ്യൂം ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് സബ്സ്യൂം ചെയ്തിട്ടുണ്ട്, തേർഡ് സബ്സ്യൂം ചെയ്തിട്ടില്ല. അത് സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ളതാണ്. ടാക്സ് ഓൺ എന്റർടൈൻമെന്റ്, അഡ്വർടൈസ്മെന്റ് ആൻഡ് എന്റർടൈൻമെന്റ്സ്. അത് സെക്കൻഡ് വണ്ണാത്ത് എന്താ പറഞ്ഞേ? സബ്സ്യൂംഡ് ഉണ്ടെന്നാണ്. GST ഉൾപ്പെടെ കൊടുക്കുമായിരിക്കും ചിലപ്പോ, പക്ഷെ സബ്സ്യൂം ചെയ്തിട്ടില്ല. സ്റ്റേറ്റിന് അത് കൊടുക്കും, ലോക്കൽ ബോഡീസിനും കൊടുക്കും. സബ്സ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാക്സ് എടുത്തിട്ട് ഇതിന്റെ അകത്തോട്ട് കൊണ്ടിടുന്ന GST-ക്കകത്ത്. അപ്പൊ ആ ടാക്സ് ഉണ്ടാവില്ല, GST ആയിരിക്കും ഉണ്ടാവുള്ളൂ. അതാണ് ഈ GST-യുടെ ഏറ്റവും വലിയ കുറച്ച് പ്രശ്നങ്ങൾ പറയണ്ടല്ലോ. GST ഇത്രയും റിഫോം നടന്നിട്ടും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടാക്സ് കളക്ഷൻ അല്ലെന്ന് പറയുന്നത് ഇതാണ് മെയിൻ പ്രശ്നം. നമുക്ക് എന്താ പറയുക, ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് GST ഇട്ടത്, പക്ഷേ അഡീഷണൽ ബേർഡൻ ആണ് ഇതൊക്കെ. സ്റ്റേറ്റ് സമ്മതിക്കില്ല എന്റർടൈൻമെന്റ് ടാക്സ് മാറ്റാനായിട്ട്, ലോക്കൽ ബോഡീസ് സമ്മതിക്കില്ല, അവർക്ക് ടാക്സ് കിട്ടണം. സോ ഇത് രണ്ടും പബ്ലിക്കാണ് പേ ചെയ്യുന്നത്.